പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കുരിശിനാലേ ലോകമൊന്നായി വീണ്ടെടുത്തവനേ, താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിനാൽ മുദ്രിതമാക്കപ്പെട്ട സംരക്ഷണവും നൽകി, കുരിശിൽ പൂർത്തീകരിക്കപ്പെട്ട രക്ഷയുടെ നിറവ് നൽകി ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വലിയ ആഴ്ചയിലേക്ക് നമ്മൾ നാളെ പ്രവേശിക്കുകയാണ്. ഓശാന ഞായറാണ് നാളെ. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടി അതിശക്തമായ വിടുതൽ പ്രാർത്ഥന, വിമോചന പ്രാർത്ഥന 30 ദിവസം നമ്മൾ പ്രാർത്ഥിച്ചു. അനേക മക്കൾക്ക് വലിയ വിടുതലും സ്വാതന്ത്ര്യവും കർത്താവിന്റെ ശക്തമായ ഇടപെടലും അനുഭവിക്കാൻ ഇടയായി. ഇവിടെ മക്കളെ, നമ്മുടെ ഒരു പ്രാർത്ഥനയും വെറുതെ പോകത്തില്ല. ദൈവം അതുപോലെ അതിശക്തമായിട്ട് ഇടപെടും. അതുകൊണ്ട് കർത്താവിന്റെ സന്നദ്ധിയിൽ നമുക്ക് ഏറ്റവും സന്തോഷത്തോടു കൂടിയായിരിക്കും. നമുക്ക് ഈ വലിയ ആഴ്ചയുടെ ചൈതന്യത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി കരുണയ്ക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ദിവസങ്ങളൊക്കെ കർത്താവിന്റെ രക്ഷയുടെ, രക്ഷാകര പ്രവൃത്തിയുടെ, കരുണയുടെ ആഴങ്ങളിലേക്ക് ദൈവമായ കർത്താവ് നമ്മെ ആനയിക്കുകയാണ്. നോമ്പുകാലത്തിന്റെ അവസാനത്തെ ആഴ്ച നമുക്കറിയാം. കർത്താവിന്റെ രക്ഷ സ്വന്തമാക്കിയെടുക്കുവാൻ, അതിന്റെ പൂർണ്ണതയിൽ നേടിയെടുക്കുവാൻ, നമുക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി നേടിയെടുക്കുവാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ ദിവസങ്ങളെ ഏറ്റവും അഭിഷേകത്തോടെ നമുക്ക് സ്വന്തമാക്കാൻ ഇടയാകട്ടെ. ഓശാന ഞായറാഴ്ച മുതൽ ഒരാഴ്ച നമുക്കറിയാം വലിയ ആഴ്ച, പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ഉയർപ്പ് ഞായർ. അതോടൊപ്പം തന്നെ ദൈവ കരുണയുടെ വലിയ തിരുനാൾ ആഘോഷിക്കാൻ പോകും നമ്മൾ. ദുഃഖവെള്ളിയാഴ്ച അതിന്റെ നൊവേന ആരംഭിക്കും. പൊതു ഞായറാഴ്ച തിരുനാളുകളുടെ തിരുനാളായ ദൈവ കരുണയുടെ തിരുനാൾ. അതുകൊണ്ട് ഈ ദിവസങ്ങളൊക്കെ കർത്താവ് നമുക്ക് വേണ്ടി പൂർത്തീകരിച്ചു തന്ന രക്ഷ, ഈശോന്റെ വന്ന മക്കളെ, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, പാപത്തിന്റെ ശാപങ്ങള്, പാപത്തിന്റെ കെട്ടുകള്, പാപത്തിന്റെ ആധിപത്യങ്ങള്, പാപത്തിന്റെ ശിക്ഷ, പാപത്തിന്റെ പൈശാചിക ബന്ധനങ്ങള്, ഇതെല്ലാം കൊണ്ട് നശിച്ച് ഒടുങ്ങിപ്പോയ ലോകത്തെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. നമ്മള് ഈ രക്ഷാനുഭവത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ട് പ്രത്യേകിച്ചും നമ്മുടെ മക്കൾക്ക് വേണ്ടി ഈ ദിവസങ്ങൾ ദൈവ കരുണയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാനാണ് വലിയ സന്ദേശം, അല്ലെങ്കിൽ വലിയൊരു നിയോഗം കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും മക്കൾക്ക് വേണ്ടി കരുണയ്ക്കായിട്ട് ഈ ദിവസങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട മക്കളെ, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വചനം നമ്മൾ പറയുകയാണ്: അവനിൽ വിശ്വസിക്കുന്ന യാതൊരുവനും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഈശോയുടെ ജനനം, ഈശോയുടെ വളർച്ച, ഈശോയുടെ കുരിശുമരണം, അതിനുശേഷം ഉയർത്തെഴുന്നേറ്റ് ദൈവ കരുണയായിട്ട് മാറിക്കൊണ്ട് ചങ്കുകുത്തി തുറന്ന് തന്റെ രക്തവും തിരുച്ചരവും ഒഴുക്കിക്കൊണ്ട് നമ്മെ ചേർത്ത് വിളിക്കുന്ന ഈശോ വിശുദ്ധ ഫൗസ്റ്റ്യനാണ് പറഞ്ഞില്ലേ, എന്റെ കരുണ നിലയില്ലാത്ത കടല് പോലെയാണ്, ഈ കരുണ കടലിലേക്ക് നിങ്ങൾ ഓടി അണയണം. ഈശോ വീണ്ടും പറയുന്നുണ്ട്, മനുഷ്യവർഗം എന്റെ ഈ കരുണയിലേക്ക് തിരിയാത്തിടത്തോളം കാലം ഒരിക്കലും രക്ഷപ്പെടില്ല. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ വലിയ കരുണയിലേക്ക് നമ്മുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ വിമോചിപ്പിച്ചെടുക്കുന്ന വലിയ ഒരു പ്രാർത്ഥനാ യജ്ഞത്തിലേക്ക് ഈ 2 ആഴ്ചക്കാലം നമ്മളായിരിക്കുകയാണ്. ദൈവകരുണയുടെ തിരുനാൾ വരെ ഈ ദിവസങ്ങളുടെ ചൈതന്യവും അർത്ഥവും മനസ്സിലാക്കിക്കൊണ്ട് ആരും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നശിച്ചു പോകാനുള്ള കാരണം മക്കളെ, പാപം, ദൈവത്തെ വിട്ടുപോയി, അകൃത്യങ്ങള്, മ്ലേച്ഛതകള്, പിശാചിന് അവകാശം കൊടുത്തു, അവന്റെ പ്രവൃത്തികൾക്ക് നമ്മൾ അധികാരം കൊടുത്തു, ആധിപത്യം കൊടുത്തു. ഇതൊക്കെ ഏറ്റെടുത്തുകൊണ്ട് സാത്താന്റെ ആധിപത്യങ്ങളെ തകർത്തെറിയാൻ വേണ്ടി വന്ന കർത്താവ് നമ്മുടെ പാപങ്ങള്, നമ്മുടെ അകൃത്യങ്ങള്,
നമ്മുടെ മുറിവുകള്, നമ്മുടെ ശാപങ്ങള്, നമ്മുടെ മേലുള്ള പൈശാചിക അധികാരങ്ങള് എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് കർത്താവ് ചെയ്ത കുരിശിലെ രക്ഷാകര പ്രവൃത്തികളെ, അതാണ് മക്കളെ കരുണ. ഇതെല്ലാം ഈ ദിവസങ്ങളില് നമുക്ക് വേണ്ടി, പ്രത്യേകിച്ചും നമ്മുടെ മക്കൾക്ക് വേണ്ടി സ്വന്തമാക്കി എടുക്കാൻ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ചും ഇന്ന് നമ്മുടെ ഒത്തിരി മക്കള് ദൈവത്തെ വിട്ട്, ഈ കരുണ വിട്ട്, അതിന് നശിച്ചു പോകാതെ രക്ഷപ്പെടണോ? ഒറ്റ വഴിയുള്ളൂ. പിതാവായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ഈ ഏകജാതനെയാണ്. ഈ ഏകജാതനെ എങ്ങനെ സ്വീകരിക്കണം, എങ്ങനെ ഏകജാതനിലൂടെ പൂർത്തീകരിക്കപ്പെട്ട രക്ഷ സ്വന്തമാക്കണം, നമ്മൾ അറിയണം, നമ്മുടെ മക്കൾ അറിയണം. ഈ ദിവസങ്ങളൊക്കെ ആ സന്ദേശങ്ങളൊക്കെ ശരിക്കും സ്വീകരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ ഈ കരുണ സ്വന്തമാക്കി എടുക്കാൻ വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി നിരന്തരം ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കണം. മാത്രമല്ല, നമ്മുടെ മക്കളുടെ പാപങ്ങൾക്ക് വേണ്ടി, കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മക്കളെ, നമ്മൾ മക്കളെ കുറ്റപ്പെടുത്തി, അവരെ പഴിച്ച്, അവരെ ശപിച്ചൊക്കെ ഇരിക്കുന്ന പല മേഖലയുണ്ടല്ലോ. നമ്മൾ ആ മക്കളുടെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്ത പാപ പരിഹാര ബലിയുടെ അനന്ത യോഗ്യതകൾ അവകാശപ്പെട്ടുകൊണ്ട് ഈ ദിവസങ്ങളില് നമ്മൾ നിരന്തരം ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. മാത്രമല്ല, നമുക്കറിയാം ഈശോ ചെയ്തു. യെശയ്യാ പ്രവാചന പുസ്തകത്തില് 53-ാം അധ്യായം ഈശോ നമുക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികൾ, അതുപോലെ തന്നെ കർത്താവ് കുരിശിൽ പൂർത്തീകരിച്ച രക്ഷാകര പ്രവൃത്തികൾ. 1 പത്രോസ് 2:24 നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ പാപങ്ങൾ ഈശോ വഹിച്ചു. അതെന്തിനാണ്? നാം പാപത്തിന് മരിച്ച് നീതിക്കായിട്ട് ജീവിക്കേണ്ടതിനത്രേ. വീണ്ടും പറയാം, അവന്റെ മുറിവിനാൽ നാം സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ മക്കളുടെ പാപങ്ങള്, നമ്മുടെ കുടുംബത്തിന്റെ പാപങ്ങള് എല്ലാം നമ്മൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഏറ്റെടുത്ത കർത്താവിന് കുരിശോട് ചേർത്ത് വെച്ച് പാപത്തിന് മരിച്ച് നമ്മുടെ മക്കൾ ജീവിക്കാനും, മാത്രമല്ല മക്കൾ ഒത്തിരി സൗഖ്യം പ്രാപിക്കേണ്ട മേഖലകളുണ്ട്. ദിവസങ്ങളൊക്കെ നമ്മൾ അതിനെ കുറിച്ച് ആഴത്തിൽ ധ്യാനിക്കും, അതിനുവേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ മക്കൾ ആരും നശിച്ചു പോകാൻ ഇടയാകാത്ത വിധത്തില് കർത്താവിന്റെ ഈ വലിയ കരുണയ്ക്ക് വേണ്ടി നമ്മൾ തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്ന പുണ്യ ദിനങ്ങളാണ് മക്കളെ. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ മക്കൾക്ക് വേണ്ടി ഈ വലിയ കരുണയ്ക്കായി പ്രാർത്ഥിക്കാൻ ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്, നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. നമ്മുടെ ദിവസങ്ങളൊക്കെ വലിയ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. ലോകത്തിന്റെ രക്ഷ ഈശോ പറഞ്ഞില്ലേ, മനുഷ്യവർഗം ഈ കരുണയിലേക്ക് തിരിയണം. പാപമേറ്റെടുത്ത കരുണയിലേക്ക്, ശാപം നീക്കിയ കരുണയിലേക്ക്, മരണം പരാജയപ്പെട്ട കരുണയിലേക്ക്, സാത്താന്റെ ആധിപത്യങ്ങളെ തകർത്തെറിഞ്ഞ കരുണയിലേക്ക് വീണ്ടും ചേർത്ത് പിടിച്ച് നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരിച്ചു നൽകിക്കൊണ്ട് രക്ഷിക്കുന്ന കരുണയിലേക്ക്, ആ മഹത്വത്തിന്റെ സമ്പന്നതയിലേക്ക് എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് നമ്മയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവിന്റെ മഹാ കരുണയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ ഈ കരുണയിൽ തീരാത്തൊരു പ്രശ്നമില്ല, പക്ഷെ തീർക്കേണ്ട പോലെ തീർക്കണം. അതുകൊണ്ട് ദിവസങ്ങളില് ഒത്തിരി സന്ദേശങ്ങൾ നമുക്ക് ലഭിക്കും. ദുഃഖ വെള്ളിയാഴ്ച മുതല് നമ്മൾ 9 ദിവസത്തെ നൊവേനയിലേക്ക് നമ്മൾ പങ്കുചേരും. എന്നിട്ട് കർത്താവിന്റെ കരുണയുടെ തിരുനാൾ അതിശക്തമായിട്ട് എല്ലാ സന്ദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ആഘോഷിക്കണം. ആ കരുണയിൽ ഒരു പുതിയ ജന്മം, വിശുദ്ധ പറഞ്ഞ ഒരു പുതിയ ജന്മം, പൂർണ്ണദണ്ഡ വിമോചനം, ഒത്തിരി വാഗ്ദാനങ്ങളുണ്ട്. ഇതൊക്കെ ദിവസങ്ങളിൽ നമ്മൾ കാണും, കേൾക്കും. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക മക്കളെ, ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന എന്താണെന്നറിയോ? കഠിന പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടി, കഠിന പാപികളെ കർത്താവിന്റെ ഈ കരുണയിലേക്ക്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കി ലോകത്തെ രക്ഷിക്കുന്ന ഈ കരുണയിലേക്ക് കൊണ്ടുവന്ന് സമർപ്പിക്കാനാണ് ഈശോ അതിനു വേണ്ടി കുരിശിൽ ദാഹിച്ച് നിലവിളിക്കുന്നുണ്ട്. എനിക്ക് ദാഹിക്കുന്നു മക്കളെ. എന്തിനാണ്? പാപങ്ങൾ ഏറ്റെടുക്കാൻ, പാപികളെ രക്ഷിക്കാൻ കുരിശിൽ ഈ പാപം നീക്കി പാപത്തിന്റെ ശക്തികൾ നിർവീര്യമാക്കുന്ന കർത്താവ് നിലവിളിക്കുന്നുണ്ട്. ആ നിലവിളിയെ ശമിപ്പിക്കാൻ നമ്മൾ ആദ്യം നമ്മുടെ പാപങ്ങളുമായിട്ട് കർത്താവിലേക്ക് കടന്നു വരണം. 2, നമ്മുടെ മക്കള്, കഠിന പാപത്തിൽ കഴിയുന്ന മക്കള്, കുടുംബാംഗങ്ങള്, നമ്മുടെ പ്രിയപ്പെട്ടവര്, ലോകം മുഴുവനിലുമുള്ള എല്ലാ മക്കളെയും കൊണ്ടുവന്ന് സമർപ്പിക്കണം. അപ്പോൾ വലിയൊരു ദൗത്യത്തിന്റെ ഒരു കാലഘട്ടമാണ് ഈ 2 ആഴ്ചക്കാലം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഇനി അങ്ങോട്ട് ഓരോ ദിവസവും ഓരോരോ മേഖലകൾ എടുത്ത് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കർത്താവിന്റെ കുരിശിൽ പൂർത്തീകരിക്കപ്പെട്ട, ശ്രദ്ധിച്ചേ, കുരിശിൽ പൂർത്തീകരിക്കപ്പെട്ട രക്ഷാകര പ്രവൃത്തികൾ തിരിച്ചറിവോടെ സ്വന്തമാക്കി അതിലേക്ക്
നമ്മുടെ മക്കളെ കൊണ്ടുവന്ന് സമർപ്പിച്ച് മക്കൾക്ക് വേണ്ടി കരുണയ്ക്കായി നമ്മൾ പ്രാർത്ഥിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രത്യാശയോടെ ഈശോ വിശുദ്ധ ഫൗസ്റ്റ്യനായോട് കരുണയുടെ ഈശോയുടെ ചിത്രം വരച്ചതിന് ശേഷം അടിയിൽ എഴുതാൻ പറഞ്ഞു. എന്താണ്? ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു. കർത്താവേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പ്രത്യാശ. അവിടെ ഈശോ പറഞ്ഞത്, ഒരുവന്റെ ശരണം എത്രമാത്രം വലുതാണോ അത്രമാത്രം കൃപകൾ, അനുഗ്രഹങ്ങൾ അവൻ പ്രാപിക്കും. മക്കളെ, ഈശോ നമ്മെ രക്ഷിച്ചു കഴിഞ്ഞു. ഈശോ നമ്മെ രക്ഷിച്ചു കഴിഞ്ഞു. ഇനി അത് വിശ്വാസത്തോടെ, ശരണത്തോടെ, അതോടൊപ്പം തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് നമ്മൾ സ്വന്തമാക്കിയാൽ ആ രക്ഷ നമുക്ക് ലഭിക്കും, മക്കൾക്ക് ലഭിക്കും, കുടുംബത്തിന് ലഭിക്കും, ലോകത്തിന് ലഭിക്കും. അത് സ്വന്തമാക്കി എടുക്കേണ്ട കാലഘട്ടമാണ് ഈ വലിയ ആഴ്ചയും കരുണയുടെ നവേന ദിവസങ്ങളും അതിന്റെ പൂർണ്ണതയില് കർത്താവിന്റെ കരുണയുടെ തിരുനാളും. ഈ തിരുനാൾ എന്താ വിളിക്കുന്നത്? തിരുനാളുകളുടെ തിരുനാൾ. ഈ അഭിഷേകത്തിന് നിറവുള്ള ദിവസങ്ങളെ സ്വന്തമാക്കിയെടുക്കാൻ നമുക്കിടയാകട്ടെ. വലിയ പ്രത്യാശയോടെ, വലിയ ശരണത്തോടെ, വിശ്വാസത്തിന്റെ ആഴത്തിൽ നിന്നുകൊണ്ട് കർത്താവിന്റെ കരുണയിലേക്ക് നമുക്ക് ഓടിയണയാം. അനേക മക്കൾ ഒരുമിച്ച് നിൽക്കട്ടെ. അനേക മക്കളുടെ കരങ്ങൾ കർത്താവിന്റെ കരുണയിലേക്ക് ഉയരട്ടെ. ഹൃദയം തുറന്ന് നമുക്ക് വേണ്ടി നിലവിളിക്കുന്ന കർത്താവിന്റെ ആ ദാഹം ശമിപ്പിച്ചുകൊണ്ട്, നമ്മുടെ രക്ഷയാണ് മക്കളെ കർത്താവിന്റെ ദാഹം. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് മക്കളെ ഈശോ വന്നത്. അതിനുവേണ്ടിയാണ് മക്കളെ ഈശോ നിലവിളിക്കുന്നത്. അത്രമാത്രം സ്നേഹിക്കുന്ന കാരുണ്യവാനായ കർത്താവിന് തിരുമുമ്പില്, നമുക്ക് വേണ്ടി എല്ലാം തന്ന ഈശോയുടെ മുമ്പില് അവസാനത്തിൽ രക്തവും ചിന്തി ജീവൻ അർപ്പിച്ച് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ നൽകിയ കർത്താവിന്റെ വലിയ കരുണയുടെ ആഴങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. മക്കളെ സമർപ്പിക്കാം. മക്കൾക്ക് വേണ്ടി കരുണയ്ക്കായി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി അങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലേ, ഓരോ ദിവസങ്ങളും ശുശ്രൂഷയിൽ പങ്കെടുക്കുക, സന്ദേശങ്ങൾ സ്വീകരിക്കുക, അതനുസരിച്ച് പ്രാർത്ഥിക്കുക, മക്കളെ കൊണ്ടുവരിക, വലിയ വിശ്വാസത്തോടെ ശരണത്തോടെ പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങൾ ദൈവകരുണയുടെ കുത്തൊഴുക്കിന്റെ ദിവസങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി ഹൃദയം തുറന്ന് നമ്മുടെ മക്കളെ തുറന്നു പിടിച്ച് കുടുംബത്തെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പല മേഖലകളുണ്ട് നമുക്ക്. ഇതിനൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും. അല്പസമയം ആരാധനയില് ദിവ്യകാരുണ്യനാഥന്റെ തിരുസന്നിധിയില് ആ വലിയ കരുണയിലേക്ക് പ്രവേശിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സ്വന്തമാക്കാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളെ സമർപ്പിക്കാം. ഒരു കാര്യം ഓർത്തോ, ഈ കരുണ സ്വന്തമാക്കാൻ നമുക്ക് സാധിച്ചാൽ അത് വലിയ അഭിഷേകമാണ്. ലോകത്തിൽ വെച്ച് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് കർത്താവ് പൂർത്തീകരിച്ച ഈ കരുണ സ്വന്തമാക്കേണ്ട പോലെ സ്വന്തമാക്കി എടുക്കാൻ സാധിക്കുക എന്നുള്ളത്. ഇന്ന് നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കാൻ പോവുക. ആരാധനയില് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ അമ്മയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും തന്റെ കരുണയാൽ പൊതിഞ്ഞ് നിറച്ച് അനുഗ്രഹിക്കേണ്ടെന്ന് അച്ഛനും പ്രാർത്ഥിക്കുന്നു. അച്ഛനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഏറ്റവും പ്രത്യേകമായിട്ട് മക്കളെ, വീണ്ടും ഞാൻ നിങ്ങളോട് പറയണം, മക്കളെ പുതിയൊരു ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണെന്ന്. വലിയ കരുണയുടെ ആഴങ്ങളിലേക്ക് കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അനേക മക്കൾക്ക് ഈ 2 ആഴ്ചത്തെ ശുശ്രൂഷ നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കണം. ആളുകൾ ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ. അനേക ആയിരങ്ങൾ, ലക്ഷക്കണക്കിന് മക്കൾ കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന പുണ്യദിനങ്ങൾ അനുഗ്രഹത്തിനായി മാറുവാൻ ഈ സുവിശേഷ വേലയിൽ പങ്കുചേർന്നുകൊണ്ട് നമ്മുടെ ഈ ശുശ്രൂഷ അനേക മക്കൾക്ക് പങ്കുവെച്ചു കൊടുക്കുക. ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഒരുമിച്ച് നമുക്ക് ഈ കരുണയുടെ ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ ഇടയാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതിനായി ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോയോട് കൂടി ആയിരിക്കാം. ഈശോ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളെ പ്രത്യേകിച്ചും എല്ലാ മേഖലകളിലും ഈ കരുണയാൽ പൊതിഞ്ഞ് ദൈവം അനുഗ്രഹിക്കട്ടെ മക്കളെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യശോയെ, ഞങ്ങളുടെ മക്കളെയും ഞങ്ങളെ ഓരോരുത്തരെയും വലിയ സ്നേഹത്തോടെ അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല കർത്താവേ, അങ്ങയുടെ വലിയ രക്ഷ സ്വന്തമാക്കിയെടുക്കുവാൻ, കരുണയുടെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ ആനയിക്കുവാൻ വേണ്ടി അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ വലിയ ആഴ്ചയെ ഓർത്ത്, ദൈവകരുണയുടെ മഹാതിരുനാളിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, നാളെ ഓശാന ഞായറിലൂടെ ഈ വലിയ ആഴ്ചയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രത്യേകമാം വിധത്തില് കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ,
സ്വയം തിരുസന്നിധിയിലേക്ക് കരുണയ്ക്കായി മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ ദിവസങ്ങൾ അങ്ങയുടെ കരുണയുടെ രക്ഷാനുഭവത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും, ഞങ്ങളുടെ മക്കൾക്കും ഇടയാകട്ടെ. ഞങ്ങളുടെ മക്കളെ മാത്രമല്ല കർത്താവേ, ലോകം മുഴുവനിലുമുള്ള എല്ലാ മക്കളെയും, എല്ലാ യുവമക്കളെയും, കുഞ്ഞുമക്കളെയും, നാനാജാതി മതസ്ഥരായ എല്ലാ മക്കളെയും അങ്ങയുടെ കരുണയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങ് പറഞ്ഞില്ലേ, അങ്ങയുടെ കരുണയിലേക്ക് തിരിയാതെ മനുഷ്യവർഗത്തിന് രക്ഷയില്ല. കർത്താവെ, ആ വലിയ കരുണ പാപത്തെയും ശാപത്തെയും മരണത്തെയും കടങ്ങളെയും സാത്താന് ലഭിച്ച അധികാരങ്ങളെയും അവസാനിപ്പിച്ചുകൊണ്ട് അങ്ങ് പൂർത്തീകരിച്ച ആ രക്ഷ സ്വന്തമാക്കി എടുക്കുവാൻ കർത്താവെ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈശോയെ, ഈ വലിയ ആഴ്ചയ്ക്ക് വേണ്ട എല്ലാ അഭിഷേകം അങ്ങ് ഞങ്ങൾക്ക് നൽകണം. അങ്ങയുടെ കൃപകൾ ഞങ്ങൾക്ക് സ്വന്തമാക്കി എടുക്കാൻ സാധിക്കണം. അതിനുവേണ്ടി ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങ് ഞങ്ങളോട് പറയുമ്പോ ആത്മാർത്ഥമായിട്ട് അതെല്ലാം ചെയ്യുവാൻ കർത്താവെ ഞങ്ങളെയും ഞങ്ങളുടെ മക്കൾക്കും അതിനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ. ഈശോയെ, ദുഃഖ വെള്ളിയാഴ്ച മുതല് 9 ദിവസങ്ങള് ദൈവകരുണയുടെ നൊവേനയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോ അങ്ങയുടെ കരുണ വലിയ ആഴത്തിൽ അനുഭവിച്ചറിയാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി ദിവ്യഗാന സന്നദ്ധിയില് എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളായിരിക്കുന്ന അവസ്ഥകള്, രോഗപീഠകള്, പാപത്തിന്റെ കെട്ടുകള്, ചില അടിമത്തങ്ങള്, ദുശീലങ്ങള്, തെറ്റായ സ്നേഹബന്ധങ്ങള്, ജോലിയില്ലാത്ത അവസ്ഥ, പരീക്ഷാ ഭയം, പരീക്ഷയിലെ തോൽവി, ഒത്തിരിയേറെ തടസ്സങ്ങള്, വിവാഹം നടക്കുന്നില്ല, ഒത്തിരിയേറെ അസ്വസ്ഥതകള്, അനുസരണമില്ലാത്ത മക്കള്, പൈശാചിക പീഡകൾക്ക് അടിമപ്പെട്ടു പോയ മക്കള്, എല്ലാത്തിനും പരിഹാരം ഇവിടെയുണ്ട് മക്കളെ. ദൈവകരുണയിലുണ്ട്. ആ കരുണയുടെ പ്രവൃത്തികൾ അനുസ്മരിച്ചുകൊണ്ട് ഈ വലിയ ആഴ്ചയില് നമ്മൾ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമ്പോ ആ മഹാരക്ഷയുടെ അനുഭവം സ്വന്തമാക്കിയെടുക്കാൻ നമ്മുടെ മക്കൾക്കും നമുക്കും ഇടയാകട്ടെ. അതിനെല്ലാം വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആഴത്തിലെന്നോട് ഇടപെടണേ, ആത്മാവിലെന്നോട് ഇടപെടണേ. ഈശോയെ, അങ്ങയുടെ കരുണയുടെ ആഴങ്ങളിലേക്ക് കടന്നു വരുവാൻ അങ്ങ് തന്നെ ഞങ്ങളുടെ ജീവിതത്തില് ആഴത്തിൽ ഇടപെടണമേ. അങ്ങ് പറഞ്ഞില്ലേ, അങ്ങയുടെ കരുണ നിലയില്ലാത്ത കടല് പോലെയാണ്. ആ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, ആ കരുണ സ്വന്തമാക്കാൻ ഈശോയെ ഞങ്ങൾക്ക് കഴിവില്ല, ഞങ്ങളുടെ മക്കൾക്കും കഴിവില്ല. ആ ആഴങ്ങളിലേക്ക് കർത്താവേ ഞങ്ങളെല്ലാവരെയും ആഴ്ത്തണമേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി, തിരുജലത്താൽ വിശുദ്ധീകരിച്ച് അങ്ങയുടെ കുത്തി തുറക്കപ്പെട്ട ഹൃദയത്തിലേക്ക് ഓടിയണയുവാൻ കർത്താവെ ആ കരുണ നിറവോടെ സ്വന്തമാക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ഈ വലിയ രക്ഷാകരമായ കരുണയുടെ ആഴങ്ങളിലേക്ക് അങ്ങ് ആനയിക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അനേക മക്കള് കർത്താവ് ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരട്ടെ. ഈ വലിയ ആഴ്ചയുടെ ഈ ദൈവ കരുണയുടെ എല്ലാ സന്ദേശങ്ങളും രക്ഷാനുഭവങ്ങളും സ്വന്തമാക്കിയെടുക്കാൻ എല്ലാ മക്കൾക്കും ഇടയാകട്ടെ. സത്താനെ പരാജയപ്പെടുത്തിയ, അതിനുവേണ്ടി പാപശക്തിയെ, രോഗശക്തിയെ, ശാപശക്തിയെ, ആധിപത്യങ്ങളെ, അധികാരികളെ എല്ലാം നിരായുധമാക്കിയ കർത്താവിന്റെ കുരിശിലെ രക്ഷയും ഉത്ഥാനത്തിന്റെ മഹത്വവും ദൈവകരുണയുടെ ആ മഹത്വത്തിന്റെ സമ്പന്നതയും സ്വന്തമാക്കിയെടുക്കാൻ എല്ലാ മക്കൾക്കും ഇടയാകട്ടെ. കത്തോലിക്ക സഭയെ സമർപ്പിക്കുന്നു, പരിശുദ്ധ പിതാവിനെ സമർപ്പിക്കുന്നു, കർദ്ദനന്മാരെ സമർപ്പിക്കുന്നു, വൈദികരെ സമർപ്പിക്കുന്നു, സന്യാസിമാരെ സമർപ്പിക്കുന്നു, എല്ലാ ക്രൈസ്തവ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ദമ്പതിമാരെ സമർപ്പിക്കുന്നു, യുവമക്കളെ സമർപ്പിക്കുന്നു, കുഞ്ഞുമക്കളെ സമർപ്പിക്കുന്നു. ഒപ്പം ഞങ്ങൾ ഒരുമിച്ച് നാനാജാതി മതസ്ഥരായ എല്ലാ മക്കളെ സമർപ്പിക്കുന്നു. പാപത്തിന് പിടിപ്പെട്ടു പോയ മക്കള്, പിശാചി പിടിച്ച് സ്വന്തമാക്കിയ മക്കള്, അവന്റെ പ്രവൃത്തികൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന മക്കള്, എല്ലാവരെയും സമർപ്പിക്കുന്നു. മാധ്യമങ്ങളെ സമർപ്പിക്കുന്നു, എല്ലാ പൈശാചിക ആരാധനാലയങ്ങളെ സമർപ്പിക്കുന്നു, പിശാചിനെ വിളിച്ച് ജീവിക്കുന്നവരെ സമർപ്പിക്കുന്നു. എല്ലാ മക്കളുടെ മേലും
കർത്താവെ, അങ്ങയുടെ കുരിശ് മനഃശക്തി പ്രകടമാകട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സന്നദ്ധിയിൽ എല്ലാ മേഖലകളും സമർപ്പിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ അഭിഷേകത്തിന്റെ ഒരു വലിയ അനുഭവം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. അത് പൂർത്തീകരിച്ച കർത്താവ് ചെയ്ത പ്രവൃത്തികൾ സ്വന്തമാക്കിയെടുക്കാൻ നമുക്കും നമ്മിലൂടെ നമ്മുടെ മക്കൾക്കും കുടുംബത്തിനും സഭയ്ക്കും ലോകം മുഴുവനും ഇടയാകട്ടെ. കർത്താവ്, ഇതിനായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മക്കൾക്ക് വേണ്ടിയുള്ള വലിയ കരുണ യാചിച്ചുകൊണ്ട് ഈ ദിവസങ്ങളെ കർത്താവെ അനുഗ്രഹമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ സമർപ്പിക്കാം. നമ്മുടെ സാമ്പത്തിക മേഖല, ജോലി മേഖല, കുടുംബജീവിതം, പൗരോഹിത്യം, കർമ്മൽ ധ്യാന കേന്ദ്രം, നമ്മുടെ ശുശ്രൂഷകള് എല്ലാത്തിൻ്റെ മേൽ ഈ ദിവസങ്ങളിൽ കർത്താവ് ചൊരിഞ്ഞ കൃപ അതിസമർത്ഥമായിട്ട് ചൊരിയപ്പെടാൻ, നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിനായിട്ട് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിച്ചൊരുങ്ങാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകീശോയേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഈശോയെ, ഈ വലിയ ആഴ്ചയുടെയും ദൈവകരുണയുടെയും തിരുനാളിന്റെ അഭിഷേകം ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്കും അനുഭവവേദ്യമാക്കി തന്ന് ആ കരുണയുടെ ശക്തിയാൽ, രക്ഷാകര ശക്തിയാൽ അങ്ങയുടെ കരബലം പ്രകടമാക്കി അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കാണട്ടെ അങ്ങയുടെ കരുണയും ശക്തിയും, അങ്ങയുടെ രക്ഷാകര പ്രവൃത്തികളും ഞങ്ങൾ അനുഭവിക്കട്ടെ. ഈശോയെ, അങ്ങയുടെ നാമത്തിൽ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.